നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. മനുഷ്യന്റെ ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം. മൗലികമായ അവകാശം എന്നതുപോലെ തന്നെ വ്യക്തിയുടെ വളർച്ചയുടെ അടിസ്ഥാനവുമാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യമെന്നാൽ തോന്നിയതുപോലെ പ്രവർത്തിക്കുവാനുള്ള അനുവാദമല്ല. മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാത്ത വിധത്തിലുള്ള നിയന്ത്രണങ്ങളുള്ള സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ സമൂഹത്തിന് ആവശ്യം. സ്വാതന്ത്ര്യം അവകാശം എന്നതുപോലെ തന്നെ വലിയ ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. 80ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. 7:30 ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തും. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദേശം. തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ. സംസ്ഥാനത്തും വിപുലമായ ആഘോഷം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയും ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരും പതാക ഉയർത്തും. സർക്കാരിന്റെ ആഘോഷങ്ങളിലും സ്കൂളുകളിലും വന്ദേമാതരം ആലപിക്കില്ല. മികച്ച സേവനം കാഴ്ചവെച്ച 282 പേർക്ക് പോലീസ് മെഡൽ പ്രഖ്യാപിച്ചത് രാത്രി വൈകി. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം ഫ്ലോറൻസ് ദ്വീപിന് സമീപം. സമുദ്രത്തിനടിയിൽ 35 കിലോമീറ്റർ താഴെ. ശക്തമായ തുടർചലനങ്ങൾക്ക് പിന്നാലെ സുനാമി മുന്നറിയിപ്പും. ഇടുക്കി എഴുകം വയലിൽ മകൻ അച്ഛനെയും അമ്മയെയും അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് പാറത്തറയിൽ ആന്റണിയും ഭാര്യ വത്സമയും. ലഹരിക്കടിമയായ പ്രതി അജീഷ് കസ്റ്റഡിയിൽ. വിവരം പുറത്തറിഞ്ഞത് അജീഷ് ബന്ധുവിനയച്ച ചിത്രങ്ങളിൽ നിന്ന്. ഇന്ത്യ ശ്രീലങ്ക ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് രാവിലെ 10 മണി മുതൽ ഗാല ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. അന്തിമ 11-ൽ 3 സ്പിന്നർമാർ. ഇന്ത്യയുടെ 600ാം ടെസ്റ്റ് മത്സരം. കളിക്ക് മഴ ഭീഷണി. ലോകകപ്പ് ഹോക്കിക്ക് ഇന്ന് തുടക്കം. ഗ്രൂപ്പ് ഡിയിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെതിരെ. 80ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. രാവിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധീരതയും ത്യാഗവും അചഞ്ചലവുമായ പ്രതിബദ്ധതയോടെയും പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുവാൻ അവരുടെ സ്വപ്നങ്ങൾ നമുക്ക് പ്രചോദനമേകുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തെ തുടർന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യമുള്ളത്. ഇപ്പോൾ ചെങ്കോട്ടയിൽ നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. അവിടെ പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം അദ്ദേഹത്തിന്റെ വസതി സെവൻ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നേരെ രാജ്ഘട്ടിലേക്കാണ് പോവുക. അവിടെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെഡ് ഫോർട്ടിലേക്ക് എത്തുക. അവിടെ പ്രതിരോധ മന്ത്രിയും ഒപ്പം സേനാ മേധാവിമാരും ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് രാജ്യത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാവുക. തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഈ വർഷം ഈ ഒരു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ആശയമായി സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ളത് യുവശക്തി ഫോർ വികസിത് ഭാരത് 2047 എന്ന ആശയത്തോടു കൂടിയാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രത്യേകത, ഈ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ ഇത്തവണ വന്ദേമാതരവും ആലപിക്കും എന്നുള്ളതാണ്. വന്ദേമാതരത്തിന്റെ 180 വർഷത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി കൂടിയാണ് ഒരു പ്രത്യേക അധികാരങ്ങൾ അല്ലെങ്കിൽ നിയമനിർമ്മാണം തന്നെ കേന്ദ്ര സർക്കാർ ഈ വന്ദേമാതരത്തിന് വേണ്ടി നടത്തിയിരുന്നു. ഇത്തവണ ചെങ്കോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ വന്ദേമാതരവും ആലപിക്കും. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ച അദ്ദേഹം അവരുടെ സ്വപ്നങ്ങൾ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിന് കരുത്താകും. രാജ്യത്ത് 140 കോടി ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യം
പുതിയ ഉയരങ്ങൾ കീഴടക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയ ഈ സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. ഇന്നലെ രാഷ്ട്രത്തിന്റെ സർവ്വസൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയിരുന്നു. ഏതായാലും രാജ്യം വലിയ ആഘോഷ നിറവിലാണ്. ആ സമയത്തും ഇത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹിയിൽ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ 3 ലെയർ സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക പരിശോധന മെട്രോ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ മഹാത്മാഗാന്ധിജിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആയിരിക്കും, അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ ചെങ്കോട്ടയിലേക്ക് എത്തുക. അതിന് തൊട്ടു മുൻപായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്ഘട്ടിൽ എത്തിയിട്ടുള്ളത്. അവിടെ പുഷ്പാർച്ചന നടത്തും. ശേഷം ചെങ്കോട്ടയിലേക്ക് എത്തും. ചെങ്കോട്ടയിലെ പരിപാടികളൊന്ന് വിശദമായി നോക്കുമ്പോൾ പ്രധാനമന്ത്രി 7:10 ചെങ്കോട്ടയിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം എത്തുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സേനാ മേധാവിമാരും പ്രതിരോധ മന്ത്രിയും ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. പിന്നീട് ചെങ്കോട്ടയ്ക്ക് മുകളിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തും. ആ ദേശീയ പതാക ഉയർത്തുന്ന സമയം 21 ഗൺ സല്യൂട്ടുകൾ, പീരങ്കികൾ മുഴങ്ങും. അത് പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമായാണ് അത്തരത്തിൽ ഗൺ സല്യൂട്ടുകൾ നൽകുന്നത്. ഒപ്പം അതിനുശേഷം സൈന്യത്തിന്റെ സല്യൂട്ട് ഉണ്ടാകും. തുടർന്ന് വന്ദേ മാതരം, അതിനുശേഷം ദേശീയ ഗാനം പാടും. അതിനുശേഷമായിരിക്കും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തുക. ശേഷം ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രത്യേകിച്ച് അടുത്ത ഈ യുവാക്കളുടെ സമരമെല്ലാം നടന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്ക് എങ്ങനെയായിരിക്കും, സർക്കാരിന്റെ നയങ്ങൾ എന്തെല്ലാമായിരിക്കും, ഇതെല്ലാം സംബന്ധിച്ച് വിശദമാക്കുന്നതായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. രാവിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. സംസ്ഥാനത്തും വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷം നടക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രാവിലെ 9 മണിയോടെ ദേശീയ പതാക ഉയർത്തും. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും. അതേസമയം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിലും സ്കൂളുകളിലും വന്ദേമാതരം ആലപിക്കില്ല. രജിത് കുമാറുണ്ട് വിശദാംശങ്ങളുമായി. രജിത്ത്, സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങളാണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തും, ഒപ്പം മന്ത്രിമാരും മറ്റിടങ്ങളിൽ പതാക ഉയർത്തും. ഒപ്പം തന്നെ ഈ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടയിലും വന്ദേമാതരം ഒരു ചർച്ചയാകുന്നുണ്ടല്ലോ, എന്താണ് വിശദാംശം? തീർച്ചയായും സംസ്ഥാനത്ത് വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള പരിപാടികൾ 9 മണിയോടുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സംസ്ഥാനത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. ഒപ്പം തന്നെ ഇന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി, നമുക്കറിയാം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ സേനകളുടെ മാർച്ച് പാസ്റ്റിലടക്കം അദ്ദേഹം അവരുടെ സല്യൂട്ട് സ്വീകരിക്കും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ മെഡലുകൾ സമ്മാനിക്കും. മുഖ്യമന്ത്രിയുടെ പ്രസംഗം വളരെ ആകാംക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരിക്കുന്ന ഒന്നാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം പ്രധാനമായും സർക്കാർ നേരിടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ സർക്കാരിൻ്റെ തുടർന്നുള്ള മറ്റ് നടപടികൾ, ഒപ്പം തന്നെ മറ്റെന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്ന് കാത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളൊക്കെയും തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വന്ദേ മാതരം നേരത്തെ പൂർണ്ണമായും ആലപിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ചീഫ് സെക്രട്ടറി ഇത് താഴെ തട്ടിലേക്ക് ഈ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ വന്ദേ മാതരം പൂർണ്ണമായും സംസ്ഥാനത്ത് ആലപിക്കുന്നില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രോട്ടോകോൾ ഓഫീസർ നൽകിയിട്ടുള്ള പ്രോട്ടോകോളിൽ വന്ദേ മാതരം ആലപിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ ഗാനം ആലപിച്ചാൽ മാത്രം മതി എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളുകളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ മറ്റ് ഓഫീസുകളും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേ മാതരം ആലപിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോടുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് കാത്തിരുന്ന് കാണുക എന്ന് തന്നെയായിരുന്നു. എന്നാൽ ആ വന്ദേ മാതരം ആലപിക്കേണ്ടതില്ല എന്ന ഏറ്റവും പുതിയതായി സ്കൂളുകൾക്ക് വരെ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിനാൽ തന്നെ വന്ദേ മാതരം ആലപിക്കില്ല എന്ന കാര്യത്തിൽ ഇതിനോടകം തന്നെ വ്യക്തത വന്നിരിക്കുകയാണ്. ജില്ലകളിൽ, വിവിധ ജില്ലകളിൽ, മറ്റ് 13 ജില്ലകളിൽ സ്വാതന്ത്ര്യ
സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ വിവിധ മന്ത്രിമാർ പതാകകൾ ഉയർത്തും, ഒപ്പം തന്നെ ആശംസകൾ നേരും, ഒപ്പം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്യും. ശരി രജിത്ത്, സംസ്ഥാനത്തും വിവിധ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ 9 മണിയോടെ ദേശീയ പതാക ഉയർത്തും. आखिरी के जंगों में जो वो वहाँ चले गए थे उनसे पूछा भी गया। BBC और हिंदुस्तान टाइम्स ने पूछा कि अपना कोई संदेश देंगे कि लोग इतने मर रहे हैं, मैं क्या संदेश दूं, ये कोई जश्न मनाने का समय है। 2026 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ ഇന്നലെ രാത്രി വൈകി പ്രഖ്യാപിച്ചു. സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതിബദ്ധതയുടെയും മികവിന്റെയും അടിസ്ഥാനത്തിൽ 281 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇത്തവണ മെഡൽ പുരസ്കാരം. സ്വാതന്ത്ര്യദിനത്തിന്റെ തലേ ദിവസം നടത്തേണ്ട പ്രഖ്യാപനം വൈകിയത് വാർത്തയായിരുന്നു. തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. ജനുവരിയിൽ DGPയുടെ ഓഫീസിൽ നിന്ന് പട്ടിക കൈമാറിയിരുന്നുവെങ്കിലും പരിശോധന പൂർത്തിയായിരുന്നില്ല. ഇതേ തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു മന്ത്രി രമേശ് ചെന്നിത്തലയുടെ മറുപടി. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം വേറിട്ട രീതിയിൽ ആഘോഷിച്ച് തൃശൂർ അന്തിക്കാട് KGM സ്കൂളിലെ കുരുന്നുകൾ. 80ാം സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രതീകമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ 80 അടി നീളമുള്ള കൂറ്റൻ ദേശീയ പതാക സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ കാഴ്ചയൊരുക്കി. കുഞ്ഞു മനസ്സുകളിൽ ദേശസ്നേഹവും ദേശീയബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ ഈ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് അന്തിക്കാട് KGM സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത്. നൂറുകണക്കിന് കുരുന്നുകൾ ഒന്നടങ്കം അണിനിരന്ന 80 അടി നീളമുള്ള ദേശീയ പതാകയുടെ മാതൃക കൈകളിലേന്തിയത് ആഘോഷങ്ങളിലെ ഏറ്റവും മനോഹരവും ശ്രദ്ധേയവുമായ കാഴ്ചയായി മാറി. ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ മനസ്സ് എന്ന വലിയ സന്ദേശമാണ് ഈ കൊച്ചുമിടുക്കർ സമൂഹത്തിന് നൽകിയത്. നാടിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ തിളക്കമേറ്റിയ KGM സ്കൂളിലെ കുരുന്നുകളുടെ ഈ ദേശസ്നേഹ പ്രകടനം നാട്ടുകാർക്കിടയിലും വലിയ ശ്രദ്ധ നേടി. നമ്മുടെ വിദ്യാലയത്തിൽ അന്തിക്കാട് KGM LPSൽ നമ്മൾ കുഞ്ഞുമക്കളിൽ സ്വാതന്ത്ര്യദിന സന്ദേശം എത്തിക്കുന്നതിനായിട്ട് 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യദിനത്തിൻ്റെ 80 അടി നീളമുള്ള ദേശീയ പതാകയുടെ മോഡൽ ഇന്ന് കുട്ടികൾ ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്തോഷവും അതുപോലെ തന്നെ അതിൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി നമ്മുടെ വിദ്യാലയത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നത്. 600ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം കൈകളിൽ കുഞ്ഞു പതാകകൾ പിടിച്ച സ്കൂൾ മുറ്റത്ത് അണിനിരന്നു. പ്രധാന അധ്യാപകർ 80 മീറ്റർ നീളത്തിൽ കുട്ടികളുടെ കയ്യിലായി പതാക ഏൽപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അജീഷ അൻവർ, പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. സമുദ്രത്തിനടിയിൽ 35 കിലോമീറ്റർ താഴെയാണ് പ്രഭവ കേന്ദ്രം. ഇതിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നിരവധി തുടർചലനങ്ങളും ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറൻസ് ദ്വീപിൽ ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് ഭൂചലനമുണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ആളപായം ഉള്ളതായി റിപ്പോർട്ടില്ല. ഭൂചലനത്തിന് പിന്നാലെ കടൽ മീറ്ററുകളോളം പിൻവലിഞ്ഞു. ഇടുക്കി എഴുകം വയലിൽ മകൻ അച്ഛനെയും അമ്മയെയും കുത്തിക്കൊന്നു. എഴുകം വയൽ പാറത്തറയിൽ ആന്റണിയും ഭാര്യ വത്സമ്മയുമാണ് കൊല്ലപ്പെട്ടത്. മകൻ അജീഷ് പോലീസ് കസ്റ്റഡിയിൽ. MC ബോബൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബോബൻ, എന്താണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത്? ഈ പ്രതി ലഹരിക്ക് അടിമയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. നെടുങ്കണ്ടം എഴുകുംവയൽ പാറത്തറയിൽ ആന്റണിയും ഭാര്യ വത്സമ്മയുമാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മകൻ അജീഷാണ്, 26 വയസ്സുള്ള അജീഷാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. അജീഷ് മാതാപിതാക്കളുമായി വഴക്കിടുകയും പ്രകോപിതനായി ഇരുവരെയും കുത്തിക്കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി തന്റെ സുഹൃത്തിന് അയച്ചു. ഈ സുഹൃത്ത് അവിടുത്തെ പള്ളിയിലെ വൈദികന് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും തുടർന്ന് പോലീസ് എത്തുകയുമാണ് ഉണ്ടായത്. പോലീസ് എത്തിയപ്പോഴും ഇയാൾ അക്രമാസക്തനായിരുന്നു, ലഹരിക്ക് അടിമയാണ്
ഇയാള് എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും പറയുന്നത്. ലഹരിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയെത്തിയത്. വീട്ടുകാരുമായി എന്തുകൊണ്ടാണ് എന്ത് കാര്യത്തിന്റെ പേരിലാണ് ഇപ്പോൾ വഴക്കും സംഘർഷവും ഉണ്ടായതെന്ന് വ്യക്തമല്ല. എന്തായാലും പോലീസ് എത്തിയപ്പോഴും ഇയാൾ അക്രമാസക്തനായിരുന്നു. പിന്നീട് ബലപ്രയോഗത്തോടുകൂടിയാണ് പോലീസ് ഇയാളെ കീഴടക്കിയത്. ഈ കൊലപാതകം നടത്തുന്ന സമയത്തും ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നെടുങ്കണ്ടം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ കൊലപാതകത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാകൂ. അശ്വതി, ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. सेना पुलिस सम्मान गार्ड निरीक्षण के लिए हजरत। गार्ड कमांडर द्वारा माननीय प्रधानमंत्री महोदय से सलामी गारद के निरीक्षण का अनुरोध और उसे स्वीकार करके वे सलामी गारद की ओर बढ़ रहे हैं। बैंड सुमधुर धुन बजाएगा और माननीय प्रधानमंत्री महोदय सलामी गारद का निरीक्षण करेंगे। The guard of honor complete, the Prime Minister walking swiftly towards the rampart of the Red Fort, where he will be greeted by Raksha Mantri Shri Rajnath Singh, Raksha Raj Mantri Shri Sanjay Seth, Chief of Defence Staff General N.S. Raja Subramani, Chief of the Air Staff Air Chief Marshal A.P. Singh, Chief of the Naval Staff Admiral Krishna Swaminathan, and Chief of the Army Staff General Dheeraj Seth. The General Officer commanding Delhi area will conduct the Prime Minister to the dais on the ramparts to hoist the national flag. The Prime Minister swiftly, smartly walking through the Lahori Gate, now moving towards the central courtyard right behind the ramparts of the Red Fort. सम्मान गारद का निरीक्षण करने के उपरांत प्रधानमंत्री महोदय लाल किले की प्राचीर की ओर अग्रसर विशाल और भव्य लाहौरी गेट प्रवेश के लिए, जहां पर एक काठ का पुल है, 41 फीट ऊंचा और 24 फीट चौड़ा ऊंचा मेहराबदार दरवाजा, जिसकी 3 मंजिलें हैं। प्रधानमंत्री महोदय लाल किले की प्राचीर की ओर अग्रसर हो रहे हैं और कुछ ही समय के उपरांत वे यहां उपस्थित अपार जनसमूह को संबोधित करेंगे, ध्वजारोहण करेंगे। Captain Sonia Singh Chauhan will assist the Prime Minister in hoisting the national flag. It will be synchronized with the 21-gun salute by the valiant gunners of the 172-1 field battery ceremonial. The ceremonial battery, utilizing the indigenous 105mm light field guns, will be commanded by Major Pavan Singh Shekhawat. And the gun position officer will be Naib Subedar, Assistant Instructor in Gunnery, Anutosh Sarkar. माननीय प्रधानमंत्री महोदय का लाल किले की प्राचीर पर आगमन हो रहा है, जहां उनका स्वागत रक्षा मंत्री श्री राजनाथ सिंह, रक्षा राज्य मंत्री श्री संजय सेठ, रक्षा सचिव श्री राजेश कुमार सिंह, सीडीएस जनरल एनएस राजा सुब्रमणी, थल सेना अध्यक्ष जनरल धीरज सेठ, नौसेना अध्यक्ष एडमिरल कृष्णा स्वामीनाथन और वायुसेना अध्यक्ष एयर चीफ मार्शल अमरप्रीत सिंह द्वारा किया गया। प्राचीर की अग्रसर हैं माननीय प्रधानमंत्री महोदय, अन्य विशिष्ट अतिथिगण,
अपने अपने निर्धारित स्थान की ओर अग्रसर होते हुए उपस्थित जनसमूह उत्सुक प्रतीक्षा करते हुए प्रधानमंत्री महोदय के उद्बोधन की। The moment that everyone has been waiting for, and happily so. The moment the Prime Minister will reach the central dais of the ramparts, the prime representative of 1 billion plus souls, where he shall hoist the national flag. लाल किले के सामने का इलाका सर्वधर्म संभाव का परिचायक है, जहां पर श्री दिगंबर जैन लाल जी मंदिर है, साथ में उसके दाहिनी ओर प्राचीन गौरी शंकर मंदिर है और लाल किले के बाईं ओर भोजला पहाड़ी पर लाल पत्थर से बनी ऐतिहासिक जामा मस्जिद अपने विशिष्ट स्थापत्य कला के लिए मशहूर भारत की गंगा जमुनी संस्कृति की परिचायक। यहीं पर सीसगंज गुरुद्वारा भी है और बैप्टिस्ट चर्च भी है, जो सही अर्थों में भारत की सर्वधर्म संभाव की भावना का संप्रेषण करता हुआ नजर आता है। And we now approach the high point of the celebration, the unfurling of the national flag and the address to the nation, recognizing that citizens are the true driving engine of our democracy. This address will spotlight our national progress while charting a future defined by inclusion, equity, and opportunity. उपस्थित जनसमूह उत्कंठा से प्रतीक्षा माननीय प्रधानमंत्री महोदय के उद्बोधन की। लाल किले की प्राचीर के सामने जो नेशनल फ्लैग गार्ड मौजूद है, वहां पर संयुक्त टुकड़ी के साथ थल सेना का बैंड भी है, जिसमें एक जेसीओ और 25 अन्य रैंक वाले थल सेना बैंड की मौजूदगी है, जिसका संचालन सूबेदार ईश्वर सिंह कर रहे हैं। विशिष्ट अतिथिगणों का आगमन हो चुका है, सब अपनी जगह पर विराजमान हैं। राष्ट्रीय ध्वज फहराने और राष्ट्रीय सलामी लेने के दौरान थल सेना का बैंड राष्ट्रगीत की धुन बजाएगा और देश के स्वाधीनता दिवस के पावन अवसर पर पहली बार लाल किला परिसर पर उपस्थित हर व्यक्ति द्वारा राष्ट्रगीत का गायन किया जाएगा। Let freedom reign. The sun never set on so glorious a human achievement. As the Honorable Prime Minister Shri Narendra Modi himself said, the price of independence was heavy, but the freedom it brings is absolutely priceless. And priceless are the moments that we see captured by Doordarshan cameras, looking at a magnificent view of the ramparts and the central dais. Everyone in the audience enclosures waiting for the arrival of the Honorable Prime Minister at the central dais, from where he will hoist the national flag and address the nation. Excitement all around, smiles galore. The hope in the eyes, the brightness on the faces truly shows that each and every person here truly believes in the story of India, in the growth story of India, in the sustainable story of India. हमारे 80वें स्वाधीनता दिवस समारोह की एक और ख़ास बात, इस बार जो एनक्लोजर्स हैं, जो दीर्घाएं हैं, दर्शक दीर्घाएं और विशिष्ट दीर्घाएं, उनके नाम भारत की प्रमुख झीलों के नाम पर रखे गए हैं। इनमें भटकल, भीमताल, चंद्रताल, पुलिकट, पुष्कर, रविंद्र सरोवर जैसी झीलें शामिल है। यहाँ पर उपस्थित जनसमूह आप देख सकते हैं कितने उल्लसित हैं, उत्साहित हैं इस समारोह का हिस्सा बन करके। गणतंत्र दिवस समारोह में 2026 का जो संस्करण था, उसमें एनक्लोजर्स के नाम नदियों के नाम पर रखे गए थे और इसी परंपरा को आगे बढ़ाते हुए इस वर्ष स्वाधीनता दिवस समारोह में जो एनक्लोजर्स हैं, उनके नाम भारत की प्रमुख झीलों के नाम पर रखे गए हैं। Especially for India's 80th Independence Day celebrations, a Surya Path Tiranga, a global digital and physical relay initiative was launched
under the Har Ghar Tiranga campaign, which is truly a campaign that has brought India together. It traces the Suryapath Tiranga, the hoisting of the Indian national flag from east to west across different time zones, following the path of the rising sun. Just like the rising India, the rising Bharat, that takes everyone together. It's not the one who forces anyone, but it shares a level of camaraderie, a sense of oneness. It truly believes in Vasudhaiva Kutumbakam, that the world is one family. A rising India, always better for a rising humanity. And now, the Prime Minister awaited at the central dais. Here he is, walking up the stairs, and he has reached the central dais for the flag hoisting.
after the hoisting of the national flag by the Honorable Prime Minister and the 21-gun salute, flower petals being showered at the venue by two Mi-17 helicopters of the Indian Air Force, one trooping the national flag and the other trooping a flag depicting Vande Mataram. The captains of the helicopters, Wing Commander Rajat and Squadron Leader Ankit Varshane. What a sight to behold! वंदे मातरम के 150 वर्ष पूरे होने के शुभ और पावन अवसर पर Mi-17 हेलीकॉप्टर्स उनका झंडा लेकर आसमान में विलीन होते हुए और अब माननीय प्रधानमंत्री महोदय के उद्बोधन की प्रतीक्षा। प्रधानमंत्री महोदय विशिष्ट दर्शक दीर्घा में मौजूद विशिष्ट अतिथिगणों को अभिवादन करते हुए Flower petals coming onto the ground like blessings from all our freedom fighters, from all our elders. Shri Bankim Chandra Chatterjee's song Vande Mataram, which still unites, still reverberates in our hearts, still ignites the hearts with patriotism. Contingents of the military band and the tri-services along with the Delhi police now marching smartly from the front of the ramparts towards the right of the rampart. ഡൽഹിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അതിലേക്ക് वंदे मातरम के 150 वर्ष मना रहे हैं, तो इससे बड़ा उत्तम अवसर क्या हो सकता है। मेरे प्यारे देशवासियों, पिछले दिनों देश के कुछ हिस्सों में बाढ़ का प्रकोप रहा, भूस्खलन का प्रकोप रहा, अनेक परिवार प्रभावित हुए। उनके दुख दर्द को हम भली भांति अनुभव करते हैं। पीड़ित परिवारों को मैं विश्वास दिलाता हूं कि हम और पूरा देश उनके साथ खड़े हैं। मेरे प्यारे देशवासियों, कोई भी राष्ट्र तब महान बनता है, तब अपनी सिद्धियों को प्राप्त करता है, जब अपने सपनों, अपने संकल्पों और अपने सामर्थ्य के दम पर आगे बढ़ता है। मेरे देशवासियों, अब छोटे सपनों से चलने वाला नहीं है। हमें बड़े सपने, क्योंकि बड़े सपने हमारी सोच को भी विस्तार देते हैं, हमारी सोच की क्षितिज को विस्तृत करते हैं। हमारे संकल्प दृढ़ होने चाहिए। जब संकल्प दृढ़ होता है तो कठिनाइयों से, आपदाओं के बीच से रास्ते निकालने का सामर्थ्य अपने आप उभर करके आता है। और मेरे प्यारे देशवासियों, हमारे संकल्प भी ऊंचे होने चाहिए, क्योंकि जब सपने ऊंचे होते हैं, संकल्प ऊंचे होते हैं, तो हमारे सामर्थ्य की ऊंचाई भी बढ़ती है, हमारे प्रयासों की ऊंचाई भी बढ़ती है, और तब जाकर के हम सपनों को साकार कर सकते हैं। मेरे प्यारे देशवासियों, आज भारत ने भी एक बहुत बड़ा सपना देखा है, दृढ़ संकल्प के साथ देखा है। नई ऊंचाइयों को छूने के लिए देखा है, और वो सपना है जब आजादी के 100 साल होंगे,
2047 में हम विकसित भारत बना के रहेंगे। 140 करोड़ देशवासियों के पुरुषार्थ से इस लक्ष्य को हमें हासिल करना है। और जब दुनिया की सबसे बड़ी आबादी वाला देश विकसित होने का संकल्प लेता है तो ये दुनिया की नजरों में भी हमारे साहस का परिचायक बन जाता है। दुनिया हमारी तरफ देखने का नजरिया बदलने के लिए मजबूर हो जाती है। प्यारे देशवासियों, और मैं ऐसे ही नहीं कह रहा हूं। पिछले 12 वर्ष में देश के कोटि कोटि नागरिकों ने, दलित हो, पीड़ित हो, वंचित हो, आदिवासी हो, गांव में रहने वाला हो, शहर में रहने वाला हो, गरीब हो, मध्यम वर्ग का हो, युवा हो, बुजुर्ग हो, नारी हो, पुरुष हो, उत्तर हो, दक्षिण हो, पूर्व हो, पश्चिम हो, हर किसी ने पिछले 12 साल में एक संकल्प के साथ, समर्पण के साथ देश को नई ऊंचाइयों पर ले जाने में हर प्रकार से प्रयास किया है। मैं उनके इस प्रयासों का आदरपूर्वक स्वीकार करता और उसी का परिणाम है कि इतने कम समय में 25 करोड़ देशवासी गरीबी को परास्त करके गरीबी से बाहर निकले हैं। इन्हीं देशवासियों का प्रयास का परिणाम है कि हम कभी फ्रेजाइल 5 में गिरे जाते थे। 12 साल के भीतर भीतर हम एक मेजर इकोनॉमी में फास्टेस्ट ग्रोइंग इकोनॉमी बन गए हैं। साथियों, देश आजाद हुआ, बहुत सारे सपने लेकर के आजाद हुआ, लेकिन हम गति नहीं पकड़ पाए, रफ्तार नहीं पकड़ पाए। होती है, चलती है, अरे हो जाएगा, देखा जाएगा, उसी में खोए रहे। 2014 तक आते आते तो पूरे विश्व ने हमें फ्रेजाइल 5 के उस में डंप कर दिया था। ऐसे समय पिछले 12 साल में भारत ने एक नई रफ्तार पकड़ी। तेज गति से हम आगे बढ़ रहे हैं और देशवासियों का संकल्प है कि अब 140 करोड़ देशवासियों के संकल्प को, सामर्थ्य को रोकना नामुमकिन है। सारे देशवासियों, पिछले 12 वर्षों में डिफेंस प्रोडक्शन करीब 4 गुना हुआ। खादी और ग्रामोद्योग का उत्पादन करीब 5 गुना हुआ। इलेक्ट्रॉनिक मैन्युफैक्चरिंग करीब 7 गुना बढ़ा। आधुनिक रेलवे कोच का निर्माण 21 गुना बढ़ा। मोबाइल फोन उत्पादन 33 गुना बढ़ा। इतना ही नहीं, आधुनिक युग को देकर के भी डिजिटल और इनोवेशन की दुनिया में भी हमने अपना परचम लहराया। इंटरनेट यूजर, इंटरनेट कंज्यूमर करीब करीब 4 गुना बढ़े। पेटेंट ग्रांट होने की संख्या 4 गुना बढ़ी। डिजिटल ट्रांजैक्शन 100 गुना बढ़े। सामान्य मानवीय की सुविधाओं की तरफ भी हमने उतना ही गंभीरता से काम किया। हर साल औसतन 15 गुना ज्यादा तेजी से हमने नल से जल कनेक्शन दिए। हर साल औसतन 6 गुनी ज्यादा रफ्तार से लोगों को गैस कनेक्शन दिए। हर साल 4 गुनी रफ्तार से गरीबों के लिए टॉयलेट बनाने का काम किया। हर साल 3 गुना ज्यादा तेजी से गरीबों को घर देने का काम किया। देश ने गवर्नेंस में भी बहुत बदलाव लाया। हजारों की संख्या में कंप्लायंसेस खत्म किए।
सैकड़ों की तादाद में पुराने कानून खत्म किए। पिछली शताब्दी के कानूनों से 21वीं शताब्दी की मार्च नहीं हो सकती। हमने आधुनिक इंफ्रास्ट्रक्चर के लिए मेट्रो का विस्तार किया। हमने पब्लिक ट्रांसपोर्ट को ताकत दी। जिस स्पीड से काम, जिस स्केल पर काम किया, ये सब, ये रफ्तार, ये विस्तार, ये अचीवमेंट आजादी के बाद पहली बार पिछले एक दशक ने देखा है। और जब इतनी सारी सिद्धियां हमारे सामने हो, इतनी तेज गति दिखाई देती हो, देशवासियों का सामर्थ्य पल पल प्रकट होता है, तब तो 2047 में विकसित भारत बनने का संकल्प कभी भी अधूरा नहीं रह सकता है। ये सारे आंकड़े इस बात की गवाही देते हैं कि हम आगे बढ़ने वाले हैं, मेरे प्यारे देशवासियों। लेकिन उसके लिए आत्मविश्वास की जरूरत होती है, आत्मगौरव की जरूरत होती है, और साथ साथ आत्मनिर्भर भारत होना भी बहुत जरूरी होता है। और इसलिए बीते वर्षों में हमारा कन्विक्शन रहा है कि भारत को हमें अब दूसरे देशों पर निर्भर रह करके नहीं जीना चाहिए। हमें आत्मनिर्भर बनना चाहिए। दुनिया में बहुत कुछ मिलता है, सस्ता मिलता है, जल्दी मिल सकता है, लेकिन उससे हमारा सामर्थ्य तैयार नहीं होता, न हमारे सामर्थ्य की कसौटी होती है। और इसलिए हमें भी अपनी क्षमताओं को बढ़ाना है। अपने हितों की सुरक्षा हमें खुद को करनी है। और इसलिए आत्मनिर्भर भारत का संकल्प बहुत दृढ़ता के साथ हम लेकर के आगे बढ़ रहे हैं। मेक इन इंडिया, स्वदेशी, वोकल फॉर लोकल, इन सारे क्षेत्रों में आज हर भारतीय का मन जुड़ रहा है। मेरे प्यारे देशवासियों, मैं आपको एक उदाहरण देता हूं सेमीकंडक्टर का। देश आजाद होने के बाद विश्व में तो सेमीकंडक्टर की चर्चा हो चुकी थी, हमारे यहां भी बातें होती थी, लेकिन सेमीकंडक्टर का कोई बड़ा प्लान हम आगे नहीं बढ़ा पाए। और आज स्थिति क्या है? आज की डिजिटल दुनिया में, आज की टेक्नोलॉजी में चिप का महात्म्य हम समझते हैं। कोई भी इलेक्ट्रॉनिक गुड्स होगा, हमारे मेडिकल इक्विपमेंट होंगे, हमारे ट्रांसपोर्ट के रास्ते होंगे, हर किसी में चिप अनिवार्य है। और इस चिप के बिना दुनिया थम जाए ऐसी स्थिति पैदा हो। और इसलिए भारत ने आत्मनिर्भर होने की दिशा में अपना सेमीकंडक्टर प्लान, बड़ा सेमीकंडक्टर प्लान, 3 सेमीकंडक्टर प्लांट शुरू हो चुके हैं। और मुझे बताया गया है कि वहां जो प्रोडक्शन हो रहा है वो एक्सपोर्ट होना शुरू हो चुका है। और मैं देशवासियों को कहना चाहता हूं, आने वाले 7-8 वर्ष में और 5, 7 या 8 सेमीकंडक्टर प्लांट बहुत ही जल्द शुरू होने वाले। ये आत्मनिर्भर भारत हमें विकसित भारत की दिशा में जाने का महामार्ग देता। मेरे प्यारे देशवासियों, वैसे ही एक चर्चा क्रिटिकल मिनरल की हो रही है। पूरी टेक्नोलॉजी क्रिटिकल मिनरल पर निर्भर है। भारत इसमें भी अपने आप को सुरक्षित करने में जुटा हुआ है। क्रिटिकल मिनरल का लक्ष्य साझा किया जाए। नेशनल क्रिटिकल मिनरल
ये हमने लॉन्च किया। बजट में क्रिटिकल मिनरल कॉरिडोर की हमने घोषणा की है। कई देशों के साथ एग्रीमेंट हो रहे हैं। विश्व के कई देश अब इस क्रिटिकल मिनरल के विषय में भारत के पर भरोसा करने लगे हैं। मेरे प्यारे देशवासियों, जैसे सेमीकंडक्टर की बात हो, क्रिटिकल मिनरल की बात हो, वैसे ही जिस टेक्नोलॉजी की दिशा में हम जा रहे हैं, दुनिया जा रही है, उसमें एनर्जी का महत्व और बढ़ता चला जा रहा है। अब एनर्जी के बिना भी नई दुनिया को चलाना मुश्किल है और इसलिए हमें चिप हो, एआई हो, डेटा सेंटर हो, हमें बहुत बड़ी मात्रा में बिजली की जरूरत होगी। വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്നെന്തൊക്കെ പ്രതീക്ഷിക്കാം വിപണിയിൽ? നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. 0.7% നഷ്ടം മുൻനിര സൂചികയായ നിഫ്റ്റിയിലും 0.6% നഷ്ടം മുൻനിര സൂചിയായ സെൻസെക്സിലുമുണ്ടായി. രണ്ടാമതിര ചെറുകിട ഓഹരികളിലും നഷ്ടം തന്നെയായിരുന്നു. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും പ്രകടമായിരുന്നു. ആഴ്ചയിലെ അവസാനത്തെ 4 ദിവസവും വിപണിയിൽ നഷ്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പല ദിവസങ്ങളിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നേരിയ തോതിലെങ്കിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ചെറുകിട നിക്ഷേപകരാണ് വലിയ തോതിൽ വിപണിയിൽ വിൽപ്പനയിലേക്ക് നീങ്ങിയതും ലാഭമെടുക്കാൻ ശ്രമം നടത്തിയതും. അതിൻ്റെ ഒരു ഫലം തന്നെയായിരുന്നു വിപണിയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ കഴിഞ്ഞ ആഴ്ച വിപണിയിൽ പ്രകടമായിരുന്നുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലും ആ ഒരു കയറ്റിറക്കങ്ങളുടെ സാധ്യത കൂടുതൽ തന്നെയാണ്. ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലാണ് ടീം ഇന്ത്യ മത്സരത്തിനിറങ്ങുന്നത്. 3 മുൻനിര സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയാകും ഇന്ത്യ അന്തിമ 11 പ്രഖ്യാപിക്കുക എന്നാണ് സൂചന. ധനഞ്ജയ ഡിസിൽവയാണ് ആതിഥേയരായ ശ്രീലങ്കൻ ടീമിനെ നയിക്കുന്നത്. ശ്രീലങ്കയിലെ പ്രശസ്തമായ ഗാല ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ 600ാം ടെസ്റ്റ് മത്സരമെന്ന സവിശേഷതയും ഈ പോരാട്ടത്തിനുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരേണ്ടതുണ്ട്. ഹോക്കി ലോകകപ്പിന് ഇന്ന് തുടക്കം. ബെൽജിയവും നെതർലാൻഡ്സുമാണ് ആതിഥേയർ. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ ഇന്ന് വൈകിട്ട് 4:30 വെയിൽസിനെ നേരിടും. വനിതകൾ നാളെ വൈകിട്ട് 4:30 ചൈനയുമായി ഏറ്റുമുട്ടും. പുരുഷ വിഭാഗത്തിൽ 16 ടീമുകളാണുള്ളത്. ഹർമൻപ്രീത് സിംഗ് നയിക്കുന്ന ഇന്ത്യ ഉൾപ്പെട്ട ഡി ഗ്രൂപ്പിൽ വെയിൽസിന് പുറമെ ഇംഗ്ലണ്ടും പാകിസ്ഥാനുമാണുള്ളത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.